വചനവയൽ ഒരുക്കുന്ന 2026 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം 1 മുതൽ 4 വരെയും, സഭാപ്രസംഗകൻ 1 മുതൽ 6 വരെയും, വിശുദ്ധ യോഹന്നാൻ 1 മുതൽ 12 വരെയും, ഗലാത്യ 1 മുതൽ 6 വരെയും, 1 സാമുവേൽ 1 മുതൽ 7 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. ഇന്നത്തെ പഠനഭാഗത്തിലെ 1-ാം ചോദ്യം: യേശു മനുഷ്യപുത്രൻ മഹത്വപ്പെടുന്ന സമയം എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞത് എപ്പോൾ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഗ്രീക്കർ വന്നപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 2: പരിച്ഛേദനം സ്വീകരിക്കുന്ന ഓരോ മനുഷ്യനോടും ഞാൻ വീണ്ടും ഉറപ്പിച്ചു പറയുന്നു, അവൻ ഡാഷ് മുഴുവനും പാലിക്കാൻ കടപ്പെട്ടവനാണ്. ഗലാത്യ 5-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നിയമം. ക്വസ്റ്റ്യൻ നമ്പർ 3: മകന്റെ പനി വിട്ടുമാറിയ സമയം ഏത് മണിക്കൂറിലായിരുന്നു? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 7-ാം മണിക്കൂർ. ക്വസ്റ്റ്യൻ നമ്പർ 4: വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ അവർ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നത് എന്തിന്? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യേശുവിനെ പരീക്ഷിക്കാനായി. ക്വസ്റ്റ്യൻ നമ്പർ 5: നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ എന്തിനധീനരായി കഴിഞ്ഞവരെ വിമുക്തമാക്കി? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നിയമത്തിന്. ക്വസ്റ്റ്യൻ നമ്പർ 6: കാനായിലെ ഈ അത്ഭുതം കണ്ട ശേഷം ആരാണ് യേശുവിൽ വിശ്വസിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശിഷ്യന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 7: പലരും യേശുവിൽ വിശ്വസിച്ചതെന്തിന്? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അദ്ദേഹം സംസാരിച്ച വചനങ്ങൾ ഉറപ്പും സത്യവുമായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 8: മരിക്കാതെ അവശേഷിച്ചവരെ കുരുക്കൾ ബാധിച്ചു നഗരവാസികളുടെ എന്ത് ആകാശത്തിലേക്ക് ഉയർന്നു? 1 സാമുവേൽ 5-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നിലവിളി. ക്വസ്റ്റ്യൻ നമ്പർ 9: മകളെ, ഭയപ്പെടേണ്ട, നീ ആവശ്യപ്പെടുന്നതെന്തും ഞാൻ നിനക്ക് ചെയ്തു തരാം. നീ ഒരു ഉത്തമ സ്ത്രീയാണെന്ന് നഗരത്തിലെ എൻ്റെ ഡാഷ് അറിയാം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പരിചയക്കാർക്കെല്ലാം. ക്വസ്റ്റ്യൻ നമ്പർ 10: യേശുവിൽ വിശ്വസിച്ചവർ ആരായിരുന്നു? വിശുദ്ധ യോഹന്നാൻ 11-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യഹൂദർ. ക്വസ്റ്റ്യൻ നമ്പർ 11: ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ കാല പെറുക്കട്ടെ എന്ന് മോവാബിയായ റൂത്ത് ആരോട് ചോദിച്ചു? റൂത്ത് 2-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നവോമിയോട്. ക്വസ്റ്റ്യൻ നമ്പർ 12: കവർനാമിൽ അവർ എത്ര ദിവസം താമസിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 2-3 ദിവസം. ക്വസ്റ്റ്യൻ നമ്പർ 13:
അവർ കല്ലുകൾ എടുത്തത് എവിടെയാണ്? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദേവാലയത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 14. യേശുവിനെ കാണുന്നവർ ആരെ കാണുന്നു? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പിതാവിനെ. ക്വസ്റ്റ്യൻ നമ്പർ 15. യേശുവിനെ സമരിയായിലൂടെ കടന്നു പോകേണ്ടി വന്നത് എപ്പോൾ? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഗലീലയിലേക്ക് പോകുമ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 16. യഹൂദർ യേശുവിൽ വിശ്വസിക്കാൻ കാരണം എന്ത്? വിശുദ്ധ യോഹന്നാൻ 11-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അദ്ദേഹം പ്രവർത്തിച്ച കാര്യം കണ്ടതുകൊണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 17. യേശു 3 ദിവസം എന്ന് പറഞ്ഞത് എന്തിന് മുൻചിഹ്നമായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അവന്റെ ഉയർപ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 18. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തന്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ ഡാഷ് അതിനെ കാത്തു സൂക്ഷിക്കും. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നിത്യജീവനിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 19. യേശു പറയുന്നതനുസരിച്ച് നിത്യജീവൻ ലഭിക്കുന്നത് എങ്ങനെ? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അവനിൽ വിശ്വസിച്ച്. ക്വസ്റ്റ്യൻ നമ്പർ 20. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. ഞാൻ അവനെ ആരോട് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറഞ്ഞവൾ അവന് സാമുവൽ എന്ന് പേരിട്ടു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കർത്താവിനോട്. ക്വസ്റ്റ്യൻ നമ്പർ 21. നിയമാനുഷ്ഠാനത്തിൽ ആശ്രയമർപ്പിക്കുന്ന എല്ലാവരും എന്തിന് വിധേയരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശാപത്തിന്. ക്വസ്റ്റ്യൻ നമ്പർ 22. യോഹന്നാൻ 3-ാം അധ്യായത്തിൽ കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു എന്ന വാക്കുകൾ ആരാണ് പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 23. ഫരിസേയർ യേശുവിനെ നീ തന്നെയാണ് നിന്റെ സാക്ഷി എന്ന് പറഞ്ഞത് എന്തിന്റെ പശ്ചാത്തലത്തിൽ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യേശു പ്രകാശത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 24. കടൽ എന്തിനാൽ ശോഭിച്ചു? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശക്തിയേറിയ കാറ്റടിച്ചതിനാൽ. ക്വസ്റ്റ്യൻ നമ്പർ 25. യേശു മഹത്വം വെളിപ്പെടുത്തിയിടം എവിടെ ആയിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കാനായിലെ വിവാഹ വിരുന്നിൽ. ക്വസ്റ്റ്യൻ നമ്പർ 26. അവൻ സാക്ഷ്യത്തിനായി വന്നു. എന്തിന് സാക്ഷ്യം നൽകാൻ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, വെളിച്ചത്തിന്. ക്വസ്റ്റ്യൻ നമ്പർ 27. അവിടെ എത്തിയപ്പോൾ കർത്താവ് ഡാഷ് ശിക്ഷിച്ചു. ജനങ്ങൾ സംഭ്രാന്തരായി. ആബാലവൃദ്ധം ജനങ്ങളും കുരുക്കൾ മൂലം കഷ്ടപ്പെട്ടു. 1 സാമുവേൽ 5-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നഗരത്തെയും. ക്വസ്റ്റ്യൻ നമ്പർ 28. അതുവരെ കർത്താവിന്റെ ശബ്ദം അവന് വെളിവാക്കപ്പെട്ടിരുന്നില്ല. ആർക്ക്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സാമുവലിന്. ക്വസ്റ്റ്യൻ നമ്പർ 29. തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ ഡാഷ്
അവന്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നുമില്ല. വിശുദ്ധ യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, വെറുക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 30. അപ്പോൾ ബോവാസ് റൂത്തിനോട് പറഞ്ഞു, മകളെ, കാലാ പെറുക്കാൻ ഇവിടം വിട്ട് ഡാഷ് പോകേണ്ട. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മറ്റു വയലുകളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 31. അവൻ ഡാഷ് കിടക്കുന്ന സ്ഥലം നോക്കി വയ്ക്കുക. പിന്നീട് നീ ചെന്ന് അവന്റെ കാലിൽ നിന്ന് പുതപ്പ് മാറ്റി അവിടെ കിടക്കുക. റൂത്ത് 3-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഉറങ്ങാൻ. ക്വസ്റ്റ്യൻ നമ്പർ 32. നാം തന്നെയും ക്രിസ്തുവിൽ വിശ്വസിച്ചത് എന്തിനു വേണ്ടിയെന്നാണ് പൗലോസ്ലിഹ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നീതീകരിക്കപ്പെടാൻ. ക്വസ്റ്റ്യൻ നമ്പർ 33. എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി എവിടേക്ക് വന്നിരിക്കുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ലോകത്തിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 34. യേശുവിന്റെ വിധി എപ്രകാരമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നീതിപൂർവകം. ക്വസ്റ്റ്യൻ നമ്പർ 35. ബോവാസ് തന്റെ ബന്ധുവിനോട് പറഞ്ഞു, മോവാബ് ഡാഷ് നിന്ന് തിരിച്ചു വന്ന നവോബി നമ്മുടെ ബന്ധുവായ എലിമെലക്കിന്റെ നിലത്തിൽ ഒരു ഭാഗം വിൽക്കാൻ പോകുന്നു. അത് നിന്നെ അറിയിക്കണമെന്ന് ഞാൻ കരുതി. റൂത്ത് 4-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ദേശത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 36. എല്ലാ അധ്വാനവും എല്ലാ വൈദഗ്ധ്യവും മനുഷ്യന്റെ എന്തിന്റെ ഫലമായിട്ടാണ് ഗ്രഹിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പരസ്പര സ്പർദ്ധതയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 37. ഫരിസേയരിൽ ആര് എന്ന പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നിക്കോദെമോസ്. ക്വസ്റ്റ്യൻ നമ്പർ 38. ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് എവിടെ ക്ഷാമമുണ്ടായി? അന്ന് യൂദായിലെ ഒരു ബെത്ലഹേംകാരൻ ഭാര്യയും പുത്രന്മാർ ഇരുവരുമൊത്ത് മൊവാബ് ദേശത്ത് കുടിയേറി പാർത്തു. റൂത്ത് 1-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, നാട്ടിൽ. ക്വസ്റ്റ്യൻ നമ്പർ 39. താൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ താൻ ആരാകുകയില്ലെന്നായിരുന്നു എന്നാണ് പൗലോസ്ലിഹ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ക്രിസ്തുവിന്റെ ദാസൻ. ക്വസ്റ്റ്യൻ നമ്പർ 40. അവരുടെ കണ്ണുനീര് ഞാൻ കണ്ടു, അവരെ ആശ്വസിപ്പിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. ആരെയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, മർദ്ദിതരെ. ക്വസ്റ്റ്യൻ നമ്പർ 41. ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞതാര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നിക്കോദെമോസ്. ക്വസ്റ്റ്യൻ നമ്പർ 42. എന്ത് പകുതിയായപ്പോൾ യേശു ദേവാലയത്തിൽ ചെന്ന് പഠിപ്പിച്ചു തുടങ്ങി?
ശരിയായ ഉത്തരം ഓപ്ഷൻ ബി തിരുനാൾ. ക്വസ്റ്റ്യൻ നമ്പർ 43. എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു, എന്റെ ശിരസിൽ കർത്താവിൽ ഉയർന്നിരിക്കുന്നു, എന്റെ അധരം ഡാഷ് പരിഹസിക്കുന്നു, എന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു. 1 സാമുവേൽ 2 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ശത്രുക്കളെ. ക്വസ്റ്റ്യൻ നമ്പർ 44. അവന്റെ സഹോദരന്മാർ അവനോട് പറഞ്ഞു, നീ ചെയ്യുന്ന പ്രവർത്തികൾ നിന്റെ ശിഷ്യന്മാർ കാണേണ്ടതിന് നീ ഇവിടം വിട്ട് എവിടേക്ക് പോവുക? ശരിയായ ഉത്തരം ഓപ്ഷൻ എ യൂദയായിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 45. ജനക്കൂട്ടം അവനെക്കുറിച്ച് പിറുപിറുക്കുന്നത് ഫരിസേയർ കേട്ടു. പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും അവനെ ഡാഷ് സേവകരെ അയച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ബന്ധിക്കാൻ. ക്വസ്റ്റ്യൻ നമ്പർ 46. മകളെ, ഭയപ്പെടേണ്ട, നീ ആവശ്യപ്പെടുന്നതെന്തും ഞാൻ നിനക്ക് ചെയ്തു തരാം. നീ ഒരു ഉത്തമ സ്ത്രീയാണെന്ന് നഗരത്തിലെ എൻ്റെ ഡാഷ് അറിയാം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി പരിചയക്കാർക്കെല്ലാം. ക്വസ്റ്റ്യൻ നമ്പർ 47. സാമുവൽ എങ്ങോട്ടാണ് മടങ്ങിപ്പോയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി തന്റെ ഭവനം സ്ഥിതി ചെയ്തിരുന്ന റാമായിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 48. ഫിലിപ്പോസ് ആരുടെയും പത്രോസിന്റെയും പട്ടണമായ ബേത്സൈദായിൽ നിന്നുള്ളവനായിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി അന്ത്രയോസിന്റെയും. ക്വസ്റ്റ്യൻ നമ്പർ 49. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാപിതാവേ എന്ന് വിളിക്കുന്ന തന്റെ ആരുടെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു? ഗലാത്യ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ പുത്രന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 50. നിയമത്തിന് ഡാഷ് അനുസരിക്കാൻ അഭിലഷിക്കുന്ന നിങ്ങൾ എന്നോട് പറയുവേൻ, നിങ്ങൾ നിയമം അനുസരിക്കുകയില്ലേ? ഗലാത്യ 4-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വിധേയരായിരിക്കുവാൻ. ക്വസ്റ്റ്യൻ നമ്പർ 51. അന്ധനായിരുന്നവന്റെ മാതാപിതാക്കളെ വിളിച്ചത് എവിടെ? യോഹന്നാൻ 9-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഫരിസേയരുടെ സന്നിധിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 52. യേശു വീണ്ടും പറഞ്ഞു, ഞാനാണ് ഡാഷ്. യോഹന്നാൻ 10-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആടുകളുടെ വാതിൽ. ക്വസ്റ്റ്യൻ നമ്പർ 53. യേശുവും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നത് എവിടെയായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കാന. ക്വസ്റ്റ്യൻ നമ്പർ 54. യോഹന്നാൻ ജലത്താൽ എവിടെയായിരുന്നു സ്നാനം നൽകിയത്? യോഹന്നാൻ 1-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി യോർദാനിൽ. ക്വസ്റ്റ്യൻ നമ്പർ 55. അന്ധനായ മനുഷ്യൻ യേശുവിനെ എന്തെന്ന് വിളിച്ചു? യോഹന്നാൻ 9-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പ്രവാചകൻ. ക്വസ്റ്റ്യൻ നമ്പർ 56. യേശു ചെളിയുണ്ടാക്കി കണ്ണുകൾ തുറന്നത് എപ്പോൾ? യോഹന്നാൻ 9-ാം അധ്യായത്തിൽ നിന്ന്
കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സാബത്ത് ദിവസത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 57. കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൂടാരത്തിലെത്തിയപ്പോൾ ആര് മുഴുവൻ ആനന്ദം കൊണ്ട് ആർത്ത് വിളിച്ചു? അത് ഭൂമിയിലെങ്ങും പ്രതിധ്വനിച്ചു. 1 സാമുവേൽ 4-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഇസ്രായേൽ. ക്വസ്റ്റ്യൻ നമ്പർ 58. യേശുവിനോടൊപ്പം അവന്റെ ശുശ്രൂഷകൻ ഉണ്ടാകേണ്ടത് എവിടെയാണ്? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അവൻ ആയിരിക്കുന്നിടത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 59. യേശു അവന്റെ കണ്ണ് തുറന്ന സ്ഥിതി ഏത് ദിവസത്തിലായിരുന്നു? യോഹന്നാൻ 9-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സാബത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 60. അപ്പോൾ റൂത്ത് പറഞ്ഞു, യജമാനെ, അങ്ങനോട് വലിയ ദയയാണ് കാണിക്കുന്നത്. എന്നാൽ ഞാൻ അങ്ങയുടെ ഡാഷ് ഒരുവളല്ല, എങ്കിലും ഈ ദാസിയെ ആശ്വസിപ്പിക്കുകയും കരുണയോടെ സംസാരിക്കുകയും ചെയ്തു. റൂത്ത് 2-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ദാസിമാരിൽ. ക്വസ്റ്റ്യൻ നമ്പർ 61. നിയമത്തിന് വിധേയരായിരിക്കാൻ അഭിലഷിക്കുന്ന നിങ്ങൾ എന്നോട് പറയുവിൻ, നിങ്ങൾ നിയമം അനുസരിക്കുകയില്ലേ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഗലാത്യ 4-ാം അധ്യായം 21-ാം വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 62. പണസഞ്ചി ആരുടെ ആയിരുന്നു കയ്യിൽ? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, യൂദാസ്. ക്വസ്റ്റ്യൻ നമ്പർ 63. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് എന്താണ്? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മാംസം. ക്വസ്റ്റ്യൻ നമ്പർ 64. യഹൂദരുടെ ശുദ്ധീകരണ ചടങ്ങിനുള്ള വെള്ളം നിറച്ചിരുന്നത് എത്ര കൽഭരണികളിലായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 6. ക്വസ്റ്റ്യൻ നമ്പർ 65. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തന്റെ ഡാഷ് ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജീവനെ. ക്വസ്റ്റ്യൻ നമ്പർ 66. യേശു എത്തിയ പട്ടണം എവിടെയായിരുന്നു? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സിക്കാർ. ക്വസ്റ്റ്യൻ നമ്പർ 67. അവരുടെ ഇടയിൽ ഭിന്നതയുണ്ടായത് എപ്പോൾ? യോഹന്നാൻ 9-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സാബത്തിൽ കാഴ്ച ലഭിച്ചതിനെ കുറിച്ച് കേട്ടപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 68. എഫ്രായിം മലനാട്ടിലെ റമാതായിമിൽ സൂഫ് വംശജനായ ഡാഷ് എന്നൊരാളുണ്ടായിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, എൽക്കാന. ക്വസ്റ്റ്യൻ നമ്പർ 69. തിരുനാൾ പകുതിയായപ്പോൾ യേശു എവിടെ ചെന്ന് പഠിപ്പിച്ചു തുടങ്ങി? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദേവാലയത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 70. വചനം എന്തായി? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മാംസം. ക്വസ്റ്റ്യൻ നമ്പർ 71.
നവോമി പറഞ്ഞു, മകളെ, കാര്യങ്ങൾ എങ്ങനെയാകും എന്ന് കാത്തിരുന്ന് കാണാം. കാര്യം തീരുമാനിക്കുന്നത് വരെ അവൻ ഡാഷ് ഇന്ന് തന്നെ തീരുമാനമാകും. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അടങ്ങിയിരിക്കുകയില്ല. ക്വസ്റ്റ്യൻ നമ്പർ 72. യേശു ഏത് സമയത്ത് കിണറിന്റെ അരികിലിരുന്നു? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 6-ാം മണിക്കൂർ. ക്വസ്റ്റ്യൻ നമ്പർ 73. ഫിലിസ്ത്യർ എപ്പോഴാണ് ഇസ്രായേലിയരെ ആക്രമിക്കാൻ വന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സാമുവൽ ദഹനബലി അർപ്പിച്ചുകൊണ്ടിരിക്കവേ. ക്വസ്റ്റ്യൻ നമ്പർ 74. ഏത് വചനത്തിൽ ഇരുൾ വെളിച്ചത്തെ കീഴടക്കാൻ കഴിഞ്ഞില്ലെന്ന് പറയുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യോഹന്നാൻ 1-ാം അധ്യായം 5-ാം വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 75. അന്ധകാരത്തിലേക്ക് പോകുന്നവന് മുൻപ് പറഞ്ഞപ്പെട്ടവനെ പോലെയല്ല, അവന് എന്ത് ലഭിക്കും? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, സ്വസ്ഥത. ക്വസ്റ്റ്യൻ നമ്പർ 76. തന്നെ സ്വീകരിച്ച അവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാം എന്തിനുള്ള കഴിവാണ് നൽകുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദൈവമക്കളാകാൻ. ക്വസ്റ്റ്യൻ നമ്പർ 77. ആരാണ് മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വന്നു വസിച്ചു എന്ന് യോഹന്നാൻ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വചനം. ക്വസ്റ്റ്യൻ നമ്പർ 78. എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കുക എന്ന് കൽപ്പിച്ചത് ആര്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 79. യേശു പഠിപ്പിച്ചു തുടങ്ങിയ സ്ഥലം ചോദിച്ചത് ആര്? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യഹൂദർ. ക്വസ്റ്റ്യൻ നമ്പർ 80. യേശു പറഞ്ഞത് എന്റെ പിതാവിന്റെ ആലയം എന്നത് എവിടെയാണ്? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യെരുശലേം ആലയം. ക്വസ്റ്റ്യൻ നമ്പർ 81. ഹന്നയെ കൂടുതൽ സ്നേഹിച്ചിരുന്നെങ്കിലും അവൾക്ക് എന്ത് മാത്രമേ നൽകിയിരുന്നുള്ളൂ, എന്നാൽ കർത്താവ് അവളെ വന്ധ്യയാക്കിയിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഒരംശം. ക്വസ്റ്റ്യൻ നമ്പർ 82. യേശു ഗലീലയിൽ തന്നെയായിരുന്നു കാണുന്നത് എപ്പോൾ? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സഹോദരന്മാർ പോകും വരെ. ക്വസ്റ്റ്യൻ നമ്പർ 83. തിരുനാൾ പകുതിയായപ്പോൾ ആര് ദേവാലയത്തിൽ ചെന്ന് പഠിപ്പിച്ചു തുടങ്ങി? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 84. സമരിയക്കാർ എവിടെ നിന്നാണ് പുറപ്പെട്ടത്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പട്ടണത്തിൽ നിന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 85. ആരെ ഭയന്നിട്ടാണ് സുഖം പ്രാപിച്ചവന്റെ മാതാപിതാക്കൾ യേശുവിനെ കുറിച്ച് പറയാതിരുന്നത്? യോഹന്നാൻ 9-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യഹൂദർ.
ക്വസ്റ്റ്യൻ നമ്പർ 86. ആ ശബ്ദം ഫിലിസ്ത്യർ കേട്ടു. എഫ്രായരുടെ കൂടാരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഉഗ്രാട്ടഹാസത്തിന് സൂചന എന്തെന്നവർ തിരക്കി. കർത്താവിന്റെ ഡാഷ് കൂടാരത്തിലെത്തിയെന്ന് അവർ മനസ്സിലാക്കി. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പേടകം. ക്വസ്റ്റ്യൻ നമ്പർ 87. ആരും പോയ ശേഷം യേശുവും സ്ത്രീയും മാത്രമായി. ബാക്കിയായത് എവിടെയാണ്? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നടുവിൽ. ക്വസ്റ്റ്യൻ നമ്പർ 88. യേശു പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് എവിടെ എത്തി? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ബഥാനിയ. ക്വസ്റ്റ്യൻ നമ്പർ 89. ഏലി കുടുംബത്തിന്റെ പാപത്തിന് എന്തൊരിക്കലും പരിഹാരമാകുകയില്ല? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ബലികളും കാഴ്ചകളും. ക്വസ്റ്റ്യൻ നമ്പർ 90. ഏത് സ്ഥലത്തേക്കാണ് കാറ്റ് വീശുന്നതെന്ന് യേശു പറഞ്ഞു? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അതിന്റെ ഇഷ്ടമുള്ളിടം. ക്വസ്റ്റ്യൻ നമ്പർ 91. ലോകത്തിനു വേണ്ടി മിശിഹ നൽകുന്ന അപ്പം എന്താണ്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അവന്റെ ശരീരം. ക്വസ്റ്റ്യൻ നമ്പർ 92. പുരോഹിതന്മാർ എന്ത് കൽപ്പിച്ചു? വിശുദ്ധ യോഹന്നാൻ 11-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യേശുവിനെ കണ്ടാൽ വിവരമറിയിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 93. യഹൂദർ യേശുവിനോട് പറഞ്ഞത് എന്ത് വാക്കാണ്? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നീ 3 ദിവസത്തിൽ പണിയുമോ? ക്വസ്റ്റ്യൻ നമ്പർ 94. നിക്കോദേമോസ് മുമ്പ് യേശുവിന്റെ അടുക്കൽ എവിടെ എത്തിയിരുന്നു? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, രാത്രിയിൽ വീട്ടിൽ. ക്വസ്റ്റ്യൻ നമ്പർ 95. തങ്ങൾക്ക് മുമ്പേ വാഗ്ദാന പേടകം വഹിച്ചു കൊണ്ടുപോകുന്ന ആരുടെ കൂടെ ജനം ജോർദാൻ നദി കടക്കുന്നതിന് കൂടാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു? ജോഷുവ 3-ാം അധ്യായത്തിൽ നിന്ന് പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പുരോഹിതന്മാരുടെ. ക്വസ്റ്റ്യൻ നമ്പർ 96. കല്ലെടുത്തപ്പോൾ യേശു ആദ്യം എന്ത് ചെയ്തു? വിശുദ്ധ യോഹന്നാൻ 11-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കണ്ണുയർത്തി പ്രാർത്ഥിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 97. എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമല്ല. സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ ഡാഷാണ് സുപ്രധാനം. ഗലാത്യ 5-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, വിശ്വാസം. ക്വസ്റ്റ്യൻ നമ്പർ 98. ഭയപ്പെടേണ്ട സിയോൻ പുത്രി എന്നത് ഏത് ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നു? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സക്കറിയ. ക്വസ്റ്റ്യൻ നമ്പർ 99. സൂര്യന് കീഴിൽ നടക്കുന്നതെല്ലാം പ്രവൃത്തികളും സഭാപ്രസംഗങ്ങൾ വീക്ഷിച്ചപ്പോൾ എല്ലാം എന്തായിട്ടാണ് തോന്നിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, മിഥ്യയും പാഴ്വേലയും. ക്വസ്റ്റ്യൻ നമ്പർ 100. വെളിച്ചം വെറുക്കുന്നവൻ എന്തിനാണ് ഭയപ്പെടുന്നത്?
യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വെളിപ്പെടൽ. നന്ദി. വചനവയൽ ഒരുക്കുന്ന 2026 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം റൂത്ത് 1 മുതൽ 4 വരെയും സഭാപ്രസംഗകൻ 1 മുതൽ 6 വരെയും വിശുദ്ധ യോഹന്നാൻ 1 മുതൽ 12 വരെയും ഗലാത്യ 1 മുതൽ 6 വരെയും 1 സാമുവേൽ 1 മുതൽ 7 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 1,00,000-ൽ പരം ചോദ്യോത്തരങ്ങൾ. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്.